ബിസിനസ് കോച്ചിങ് ക്ലബിലൊക്കെ ഞാൻ കണ്ടൊരു സംഭവം, ഈ കച്ചവടമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വിജയിച്ച് 30 കോടി 40 കോടി 50 കോടി 100 കോടിയൊക്കെ ആകുമ്പോൾ മനുഷ്യന് അത് ഏകദേശം 40-45 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഒരു 50 കോടി 100 കോടി കമ്പനി ആകുമ്പോൾ അറൗണ്ട് 40-45 വയസ്സായിട്ടുണ്ടാവും. ആ സമയത്ത് മനുഷ്യന്റെ ഈ ഒരു ഭൗതികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടിട്ടുണ്ടാവും. വീടായാലും കാറായാലും സമ്പത്തായാലും ടൂറായാലും പൈസ ആയാലും അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെട്ട ഒരു സമയമായിരിക്കും. പിന്നെ ആ 100 കോടിയുടെ മേലെ കിട്ടുന്ന ഒരു പൈസക്കും നമുക്കൊരു സന്തോഷം തരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതിനാണ് ബേസിക്കലി എസ്റ്റർലിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യന് ഒരുപാട് പണമുണ്ട്, പക്ഷേ മനുഷ്യൻ ആ പണം കൊണ്ട് സന്തോഷിക്കാൻ പറ്റാതെ മനുഷ്യൻ ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്ന, അതല്ലെങ്കിൽ കള്ളിലേക്കും പെണ്ണിലേക്കും ഡ്രഗിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യം. അത് യൂഷ്വലി ആഫ്റ്റർ 40, ആഫ്റ്റർ 45, ആഫ്റ്റർ 50 വരുന്നൊരു സംഭവമാണ്. അതാണ് റീസെൻ്റ്ലി നമ്മൾ കണ്ട ഒരുപാട് ആത്മഹത്യകൾ. വലിയ വലിയ ബിസിനസ്സുകാരുടെ, ഇപ്പോൾ ദുബൈയിലെ ആത്മഹത്യ നമ്മൾ കണ്ടു, വലിയ കോഫി ഷോപ്പിന്റെ ഉടമയുടെ ആത്മഹത്യ കണ്ടു, ദുബൈയിലെ വലിയ ട്രേഡറുടെ ആത്മഹത്യ കണ്ടു. അങ്ങനെ ഒരുപാട് വലിയ വലിയ ബിസിനസ്മാരുടെ ബ്രാൻഡുകളുടെ ആത്മഹത്യ നമ്മൾ കണ്ടത് ഈ എസ്റ്റർലിൻ പാരഡോക്സിന്റെ ഭാഗമാണ്. വിജയിച്ചതിന് ശേഷം ജീവിക്കാൻ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എനർജി ഇല്ലാത്തത്. പക്ഷേ യുവാക്കളിൽ ഞാൻ കാണുന്ന അതല്ല, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. 21 വയസ്സ് ആയ കുട്ടി എന്നോട് പറയുകയാണ്, സാറേ ഞാൻ കച്ചവടം തുടങ്ങി, ഞങ്ങൾക്ക് മാസത്തിൽ അറൗണ്ട് 12 ലക്ഷം കച്ചവടമുണ്ട്, അതിൽ ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ ലാഭമുണ്ട്. അപ്പോൾ 1.5 ലക്ഷം അവനെടുക്കും, 1.5 ലക്ഷം അല്ലെങ്കിൽ ഓരോ ലക്ഷം മൂന്ന് ഞങ്ങൾ 3 പേരും വീതിച്ചെടുക്കും. അപ്പൊ ഇപ്പം ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 25,000-30,000 റുപ്യന്റെ ആവശ്യമുള്ളൂ. അതിലപ്പുറം 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കച്ചവടം ഞങ്ങൾ കാര്യമായിട്ട് ഓഫീസിൽ പോയിട്ടില്ലെങ്കിലും, ഞങ്ങൾ കാര്യമായിട്ട് കടയിൽ പോയിട്ടില്ലെങ്കിലും സെയിൽസ് സ്റ്റാഫ് നിന്നിട്ട് അവിടെ കച്ചവടം നടത്തി കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് മാസം 1 ലക്ഷം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രാത്രി മുഴുവൻ ഇങ്ങനെ ബൈക്ക് എടുത്ത് അവിടെയും ഇവിടെയും കറങ്ങി നടക്കും, ഭക്ഷണം കഴിച്ച് നടക്കും, എന്നിട്ട് കിടന്നുറങ്ങും. 2 മണി വരെ ഉച്ചക്ക് കിടന്നുറങ്ങുക, ലേസി പീപ്പിൾ കിടന്നുറങ്ങുക. എന്നിട്ട് ആഴ്ചയിൽ 1-2 ദിവസം കടയിൽ പോവുക, ബാക്കിയുള്ള ദിവസം പോകുന്നില്ല, എവിടെയെങ്കിലും ബുള്ളറ്റ് എടുത്ത് കറങ്ങുക, ഉഴപ്പി നടക്കുക. കാരണം ലൈഫിന്റെ മോട്ടീവ് നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ ഒരു 50,000 അല്ലെങ്കിൽ 1 ലക്ഷം ആയിരുന്നു. ആ 1 ലക്ഷം കച്ചവടം തുടങ്ങി 6 മാസം കൊണ്ട് കിട്ടി തുടങ്ങി. അതിനുശേഷം കച്ചവടത്തിന് ശ്രദ്ധിക്കാനുള്ള മൂഡ് നഹി ഹെ. അപ്പൊ എന്തിന് കച്ചവടം തുടങ്ങണം എന്നുള്ള വെരി ഇമ്പോർട്ടന്റ് ആണ്. അവിടെ 100 കോടിക്കാരനും ഡിപ്രഷനിലാണ്, 1 ലക്ഷം കിട്ടുന്നവനും ഡിപ്രഷനിലാണ്,